കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിൽ ഓട്ടോറിക്ഷയിൽ നിന്നും പിടിച്ചെടുത്ത 2.7 കോടി രൂപ മാർക്കറ്റ് റോഡിലെ തുണിക്കട ഉടമയുടേതെന്ന് മൊഴി. പിടിയിലായ ബീഹാർ സ്വദേശി കൊച്ചി ഹാർബർ പോലീസിനാണ് മൊഴി നൽകിയത്. മാർക്കറ്റ് റോഡിലെ രാജാ മുഹമ്മദിനെ പോലീസ് ചോദ്യം ചെയ്യും. ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന 2 കോടിയിലധികം രൂപ പിടിച്ചെടുത്ത സംഭവത്തിലാണ് പിടിയിലായ ഇതര സംസ്ഥാന തൊഴിലാളി സബീൻ മുഹമ്മദ് പോലീസിന് നിർണായക മൊഴി നൽകിയത്. പണം കൊടുത്തുവിട്ടത് തുണിക്കട ഉടമയായ രാജാ മുഹമ്മദാണെന്നാണ് ഇയാളുടെ മൊഴി. പണവുമായി ഹാർബർ ജംഗ്ഷനിൽ കാത്തുനിൽക്കാനാണ് തനിക്ക് ലഭിച്ച നിർദ്ദേശം. മറ്റൊരാൾ വന്ന് പണം വാങ്ങുമെന്നും ബീഹാർ സ്വദേശിയോട് തുണിക്കട ഉടമ പറഞ്ഞിരുന്നു. ഇതുപ്രകാരം വെല്ലിംഗ്ടൺ ഐലൻഡിലെ കണ്ണങ്കാട് പാലത്തിന് സമീപം കാത്തുനിൽക്കുമ്പോഴാണ് പോലീസ് ഓട്ടോയിൽ പരിശോധന നടത്തുന്നതും പണം കണ്ടെത്തുന്നതും. ഓട്ടോ ഡ്രൈവറായ തമിഴ്നാട് സ്വദേശിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തുവെങ്കിലും പണമിടപാടുമായി ഇയാൾക്ക് ബന്ധമില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വാഹന പരിശോധനയ്ക്കിടയിൽ പോലീസിന് തോന്നിയ സംശയമാണ് കള്ളപ്പണവേട്ടയിലേക്ക് എത്തിയത്. ഓപ്പറേഷൻ ഡി ഹണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിശോധന നടന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷ കാണുകയുണ്ടായി. ആ ഓട്ടോറിക്ഷയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോഴത്തെ അവരുടെ ആ പരിങ്ങൾ കാണുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് നോക്കി കഴിഞ്ഞപ്പോൾ അവരുടെ ഓട്ടോറിക്ഷയുടെ ബാക്കിൽ എൻ്റെ ബിഗ് ഷോപ്പർ കാണുകയുണ്ടായി. ആ ബിഗ് ഷോപ്പറിൽ ഉള്ള പരിശോധനയിൽ നിന്നാണ് ഇത്രയും വലിയൊരു എമൗണ്ട് കാണപ്പെട്ടത്. തുണിക്കട ഉടമയെ ഉടൻ പോലീസ് ചോദ്യം ചെയ്യും. പണം സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ ഇയാൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പണം ആർക്ക് വേണ്ടി എന്നതിലും അന്വേഷണം ആവശ്യമാണ്. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കും. കൈരളി ന്യൂസ്, കൊച്ചി.